ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീഡിയോയിലൊരു ക്രാഫ്റ്റാണ് ചെയ്ത് കാണിക്കുന്നത്. അതായത് ഒരു പേപ്പർ ഫ്ലവർ വേസ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതാ ഒരു നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ചാർട്ട് പേപ്പറിന് നമ്മൾ ഒരു പീസ് എടുത്തിട്ട് അത് റോൾ ചെയ്തെടുത്തതാണ്. ഈ വണ്ണത്തിലും നീളത്തിലും ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നീളം കൂട്ടണമെങ്കിൽ കൂട്ടാം, അതുപോലെ വണ്ണം വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. അത് റോൾ ചെയ്തിട്ട് നല്ല ഫെവിക്കോളൊക്കെ ഒട്ടിച്ച് ഉണക്കിയിട്ടുള്ള പേപ്പറാണ്. നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പറാണ്, വൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാ നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പറിൽ നിന്നാണ് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പോകേണ്ടത് ഈ റോളുമ്പോൾ നമുക്ക് കളറടിച്ച് തുടങ്ങാം. കളറടിക്കാനായിട്ട് ഞാൻ ഒരു 3-4 കളർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഈ കളറുകൾ എടുത്ത് വെച്ചതിന് ഞാൻ അതിൽ നിന്നൊക്കെ സമം ബ്ലാക്ക് കുറച്ച് വൈറ്റ് ഒക്കെ ഏറ്റുനിന്നും കുറേശ്ശെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടുള്ള ആ കളറാണ് ഈ റോളുമേനി നമ്മൾ അടിക്കാൻ പോകുന്നത്. ഗ്രീനും വൈറ്റും യെല്ലോ നമുക്ക് ഇതിൻ്റെ വേറെ ആവശ്യത്തിനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വൈറ്റും ബ്ലാക്കും ഗ്രീനും കൂടിയിട്ടാണ് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കതുമേ ആ കളറ് അടിക്കാം. ഇതിപ്പോൾ എല്ലാം അടിക്കുമ്പോൾ ഒരു ഡാർക്ക് ഗ്രീനായിട്ട് വരും. ഇതെല്ലാം നിങ്ങൾക്ക് ഇത്തിരി ഒരു ലൈറ്റ് പച്ച മതിച്ചെങ്കിൽ അത് പച്ച മുളയുടെ കളറാണ് ഇപ്പോൾ ഞാൻ അടിക്കുന്നത്. പച്ച മുള പോലെയാണ്, അതിനാണ് ഈ ഗ്രീൻ എടുത്തിരിക്കുന്നത്. ഇതേ ഗ്രീൻ കളർ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മിക്സ് ചെയ്തേക്കുന്നത്. അതായത് ബ്ലാക്ക്, ഗ്രീന്, വൈറ്റ് ഈ 3 കളറും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ കളറ് കിട്ടിയത്. ഇത് ഇനി ഫുള്ള് ഈ റോളുമ്മ അടിച്ച് നമുക്ക് ഉണക്കിയെടുക്കണം. ഇതാ അങ്ങനെ അടിച്ച് ഉണക്കിയെടുത്തു. ഇപ്പോൾ കളറ് നല്ല ഡാർക്ക് ഗ്രീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പുണ്ടാക്കണം. കമ്പുണ്ടാക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് സാധാരണ ഒന്നാല ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ വല്ല വീക്കലിയുടെ പേപ്പറിൻ്റെ തുണ്ടെങ്കിൽ അതിന് ഒരു ഈർക്കിലി എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. നമുക്ക് അത് നന്നായി പ്രസ് ചെയ്തിട്ട് ചുരുട്ടിയെടുക്കുക. ആ ചുരുട്ടിയെടുത്തിട്ട് പിന്നെ അതുമ്മ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഈ റോളമ്മ അടിച്ചിട്ടുള്ള ഗ്രീൻ ഉണ്ടല്ലോ, അത് തന്നെ ഈ പേപ്പറിൻ്റെ റോളമ്മിലും നമുക്ക് അടിച്ചെടുക്കണം. അതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച യെല്ലോ കളറുണ്ട്. ഈ ഗ്രീൻ അടിച്ചതിന് ശേഷം ആ യെല്ലോ കളർ ഒന്ന് അടിക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ കറക്റ്റ് മുളയുടെ കമ്പിൻ്റെ ഒരു കളറായിട്ട് നമുക്ക് കിട്ടണം. അതാണ് ഈർക്കിലിമ ചുറ്റിയെടുത്ത പേപ്പറാണ്. ഈർക്കിലി മാറ്റി വെച്ചു, ഇങ്ങനെ നീളത്തിലുള്ള പേപ്പർ. ആ പേപ്പറുമ്പോൾ നമ്മളിതാ ആദ്യം ഗ്രീൻ അടിച്ചു, പിന്നെ യെല്ലോ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 3 പീസാക്കണം. ഇങ്ങനെയുള്ള ഇത് ഈർക്കിലി ഇല്ലാണ്ട് ആ പേപ്പർ ആദ്യം ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കണം. ആ റോൾ ചെയ്ത പേപ്പർ ഇങ്ങനെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 3 പീസ് കട്ട് ചെയ്ത് എടുക്കുക. അതാണ് ഇത്. 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കമ്പുണ്ടാക്കാം. ഈ കമ്പ് ഉണ്ടാക്കി ഒട്ടിച്ച് വരുമ്പോൾ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഞാനൊരു പാട്ട് പാടി കേൾപ്പിക്കാം നേരം കൊണ്ട് നിങ്ങൾക്ക്. പാട്ട് എന്ന് വെച്ചാൽ പണ്ട് ഉള്ളൊരു ഒരു വരി പാട്ടാണ്. അട്ടത്തിരിക്കണ കുഞ്ഞുമോനെ കഞ്ഞിക്കളി കണ്ട ഈ ഒരു വരി പാട്ട് എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിൽ പാടാറുള്ളതാണ്. അമ്മ ഇങ്ങനെ ഇടയ്ക്ക് പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ഈ വരി പാട്ട് പാടും. അപ്പം ഞാൻ ചോദിക്കുക, എന്താണ് അമ്മ ഈ പാട്ടിൻ്റെ ഉദ്ദേശം, ഇങ്ങനെ ഒരു വരി പാട്ട് കേൾക്കുമ്പോൾ? അപ്പം അമ്മ അതൊരു പാട്ടിൻ്റെ ഒരു കഥയാണ് പറഞ്ഞു തന്നത്. ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ കഥ എന്താണെന്ന് അറിയില്ല, ഈ പാട്ടും അറിയില്ലായിരിക്കാം. പക്ഷെ പണ്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കാം. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 10-17 കൊല്ലം കഴിഞ്ഞു.
അപ്പോൾ അമ്മേനെ ഓർക്കുമ്പോഴേക്ക് ഈ പാട്ട് ഓർമ്മ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ പാട്ടിന് അമ്മയ്ക്കൊരു കഥയാണ് പറഞ്ഞത്. അതായത് ഒരു അമ്മയുണ്ട്, ഒരു മകനുണ്ട്, മരുമകളുണ്ട്. ഈ രാവിലെ എന്നും അമ്മയ്ക്ക് അത്യാവശ്യം പ്രായമൊക്കെ ആയിട്ടുണ്ട്. മകൻ എന്നും രാവിലെ ജോലിക്ക് പോവും. അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലത്തെ ചായക്ക് കടിയൊന്നുമല്ല, പണ്ടൊക്കെ കഞ്ഞിയാണല്ലോ. അപ്പോൾ ഈ കഞ്ഞി കൊടുക്കാൻ നേരമാകുമ്പോൾ ഈ മരുമകൾ എന്ത് ചെയ്യും, ഒരു കിണ്ണെടുക്കും, ഒരു കയ്യിലെടുത്തിട്ട് അമ്മേരെ കയ്യിൽ കൊടുക്കും. മോൻ ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് അമ്മേരെ കയ്യിൽ കൊടുത്തിട്ട് അമ്മോട് പറയും, പെര ചുറ്റും 3 പ്രാവശ്യം കിണ്ണത്തമ്മ കൊട്ടിയിട്ട് വരാൻ പറയും. അങ്ങനെയാണ് ഈ മരുമകൾ ഈ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറേ ദിവസം ചെയ്തപ്പോൾ ആ മോനോട് അമ്മ പറയും, അവൾ ഇങ്ങനെ എനിക്ക് നടക്കാൻ തന്നെ വയ്യ, അവൾ എന്നും എനിക്ക് കഞ്ഞി തരണമെങ്കിൽ ഇങ്ങനെ 3 പ്രാവശ്യം പെര ചുറ്റും നടക്കണം എന്നാണ് കൊട്ടിയിട്ട് നടന്നാലേ തരുള്ളൂ എന്ന് പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ മോന് അമ്മയോട് നല്ല സ്നേഹമുള്ളൊരു മകനായിരുന്നു. ആ മകൻ എന്ത് ചെയ്യും, ഒരു ദിവസം രാവിലെ ഇതുപോലെ ഇതൊന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ജോലിക്ക് പോയിട്ട് മരുമകൾ കാണാണ്ട് തിരിച്ച് വന്നിട്ട് അട്ടത്ത് കയറിയിരിക്കും. അട്ടെന്ന് പറഞ്ഞ് ഞാൻ ആ പാട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അട്ടെന്ന് പറയണത് പണ്ടുള്ളവർ മഴക്കാലത്ത് വിറക് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അടുക്കളയിൽ അടുപ്പിൻ്റെ മുകളിലായിട്ട് ഒന്നാലൊരു തട്ട് പോലെ വെച്ച് കെട്ടിയുണ്ടാക്കും, ആഴികളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വിറക് വെച്ചിട്ട് ഉണക്കിയെടുക്കും. അതിൻ്റെ അവിടെ കുറച്ച് സ്ഥലം ഉള്ളിടത്ത് ഈ മകൻ കയറിയിരിക്കും. അത് ഈ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ ഈ മരുമകൾ പതിവ് പോലെ കഞ്ഞി കുടിക്കേണ്ട നേരമായി. അപ്പോൾ അമ്മയ്ക്ക് കിണ്ണം കയ്യിലും അമ്മോട് എടുത്തിട്ട് പെര ചുറ്റും 3 പ്രാവശ്യം ഓടാൻ പറയും. അങ്ങനെ അമ്മ പെര ചുറ്റും ഓടുമ്പോൾ അമ്മയ്ക്ക് അറിയാമല്ലോ മകൻ അട്ടത്തിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അമ്മ പാടണ പാട്ടാണത്, അട്ടത്തിരിക്കണ കുഞ്ഞുമോനെ കഞ്ഞിക്കളി കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പണ്ടത്തെ മക്കൾക്ക് സ്നേഹമുള്ളവരിങ്ങനെ അട്ടത്തൊക്കെ കയറിയിരിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് ഇപ്പോൾ അട്ടത്തൊന്നും കയറിയിരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കയ്യിൽ മൊബൈലും ക്യാമറയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മരുമക്കളും അതുപോലെ അമ്മായിമ്മമാരും സൂക്ഷിക്കണം. മരുമക്കളുടെ കുറ്റമൊക്കെ വല്ലതും പറയണമെങ്കിൽ അവർ ചിലപ്പോൾ വീഡിയോയിലൊക്കെ പിടിക്കും. അപ്പോൾ അതാണ് ഈ കഥയുടെ അർത്ഥം. ഈ കഥ നടന്നതാണോ ഉണ്ടായതാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. അമ്മ ഇങ്ങനെ പണ്ടിങ്ങനെ പാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് പറഞ്ഞു തന്നു. അതാണ് ഈ കഥ. അപ്പം അങ്ങനെ നമ്മുടെ കഥ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്ലവർ വൈസിൻ്റെ കമ്പ് ഒട്ടിക്കൽ ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം വെക്കണം, അതൊന്ന് ഉണങ്ങി ക്ലിയറായിട്ട് വരാനായിട്ട്. എന്നിട്ട് വേണം നമുക്കിനി അതിലേക്ക് എന്തെങ്കിലും പൂക്കള ഇലകളൊക്കെ വെക്കണമല്ലോ, അതുണ്ടാക്കാം. അതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ അത് ഒട്ടിക്കൽ ഒരുവിധം ശരിയായിട്ടുണ്ട്. ഇനി അതൊന്ന് ഉണക്കിയെടുക്കണം. കുറച്ച് നേരം വെച്ചിരുന്നാൽ അത് ഉണങ്ങി കിട്ടും. ഇവിടെ നിങ്ങൾ പെയിൻ്റ് അടിച്ച് അപ്പം ചെയ്യേണ്ട. ഞാൻ അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് പെട്ടെന്നത് കാണിച്ചത്. ആ ഫെവിക്കോളിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ പോവും. അപ്പോൾ അതാ ഒരു വിധമൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കൊരു മുളകര കഷ്ണം പോലെ തോന്നണില്ലേ? ഇതാണ് നമ്മുടെ ഫ്ലവർ വൈസ്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പൂ വയ്ക്കണം. പൂവിന് പകരം ഞാൻ കുറച്ച് ഇലയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇല ഈ യൂക്കാലി ഉണ്ടല്ലോ, യൂക്കാലി മരത്തിൻ്റെ ഇലയാകുമ്പോൾ നല്ല കട്ടിയുള്ളൊരു ഇലയാണത്. അത് നിങ്ങൾക്ക് എനിക്കിപ്പോൾ അത് കിട്ടിയപ്പോൾ ആ ഇലയുമ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ സപ്പോട്ടയുടെ ഇല, മാവിൻ്റെ ഇലയിലും പറ്റും. പക്ഷേ നല്ല കട്ടിയുള്ള കനമുള്ള ഇലയാണ് നന്നായിരിക്കുക, കുറച്ച് നാൾ ഇരിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പച്ച ഇല പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം മാത്രം വെയിലത്തിട്ടിട്ട് ഉണക്കുക, ഒറ്റ ദിവസം. അല്ലെങ്കിൽ അതിൻ്റെ ഞെട്ടി ഇതൊക്കെ ഇതായി പോവും, ഉണങ്ങിപ്പോവും. അപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ അപ്പോൾ പെയിൻ്റ് അടിച്ചൊക്കെ ഇപ്പോൾ ക്ലിയറായിട്ട് കാണാനില്ലേ വന്നു. ഇനി നമുക്ക് ഈ ഇല എങ്ങനെയാണ് പെയിൻ്റ് അടിച്ച് എടുക്കുക എന്നുള്ളത് കാണിക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്കിതിനൊന്ന് ഉറപ്പിക്കണം, ഒരു സ്റ്റാൻഡ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു പഴയ CD ആണ്. ആ CD-യുടെ ഒരു ഭാഗത്ത് നമുക്കൊരു പേപ്പർ ഒട്ടിച്ചെടുക്കണം. അതിന് ഏതെങ്കിലും ഒരു കളർ പേപ്പർ ആയാലും മതി. അത് ഒട്ടിക്കാനായിട്ട് ഈ CD തന്നെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുവശം ഒന്ന് വരച്ച് പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിൽ അത് ഒരു ഭാഗത്ത് ഒരു സൈഡിൽ ഒട്ടിച്ചാൽ മതി. എന്നിട്ട് വേണം നമുക്കിതിനെ അതിന് മുകളിൽ ഉറപ്പിച്ച് വെക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫെവിക്കോൾ തേക്കുക. നന്നായി കട്ടിയിൽ നന്നായി തേക്കണം, എന്നാലും അതുമ്പോൾ ഒട്ടിയിരിക്കുള്ളൂ പേപ്പറിൽ. നന്നായി തേച്ചിട്ട് ഇതാകുമ്പോൾ നന്നായി പ്രസ് ചെയ്ത് വെച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നാൽ
അത് പിന്നെ പോരില്ല. കിട്ടും. ശരിക്ക് ഉണങ്ങി കഴിയുമ്പോൾ അവിടെ പേപ്പറുകളൊക്കെ അവിടെ നിന്ന് മാഞ്ഞ് നല്ല ക്ലിയർ ആയിട്ടിരിക്കും. ഇനി ഞാൻ പറഞ്ഞില്ലേ യൂക്കാലിയില, അത് പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ വയ്ക്കാൻ പോകുന്നത്. ഇതാണ് യൂക്കാലിയില. അത് ഒരു ദിവസം ഞാൻ മുന്നേ പറഞ്ഞ പോലെ വെയിലത്തിട്ട് ഉണക്കിയെടുത്ത യൂക്കാലിയിലയാണത്. ഇതിന് നമ്മൾ ഫാബ്രിക് കളറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതും അടിക്കാനായിട്ട് ഉപയോഗിച്ച കളറ് തന്നെയാണ്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ്, ആർക്ക് ഏത് കളർ വേണമെങ്കിലും അടിക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ളപ്പോൾ 2-3 കളറാണുള്ളത്. അത് ഇതാവുന്ന ഗ്രീന് അടിച്ചിട്ടുണ്ട്, പിന്നെ റെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ റെഡ് അടിച്ചു, പിന്നെ യെല്ലോ, അങ്ങനെ. ഇതിപ്പം സപ്പോട്ടയുടെ ഇലയിലും ഇതുപോലെ തന്നെ ചെയ്താൽ ഒരൊറ്റ ദിവസം ഉണക്കി എടുത്താൽ മതി. അധികം ഉണങ്ങി പോകാൻ പാടില്ല, അത് പൊടിഞ്ഞു പോകും. അങ്ങനെ അടിച്ച് കളർ ചെയ്തെടുത്തതാണിത്. യെല്ലോ, റെഡ്, ഗ്രീന്, അതാണ് നമ്മൾ ഇതിൽ വയ്ക്കുന്നത്. അപ്പോൾ ഫ്ലവർ അല്ല, ഇലകൾ പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് കുറേ നാളിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലൊരു വാർണിഷ് അടിക്കണം. ആ വാർണിഷും കൂടി അടിക്കുകയാണെങ്കിൽ ഒരു കാലത്തും കേട് വരാണ്ടിരിക്കും. ഇപ്പം ഞാൻ ഈ ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് വാർണിഷൊന്നും കടയിൽ പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ അത് സാധാ ഈ ഫാബ്രിക് പെയിൻറ്റ് മാത്രമേ ഞാൻ അതുമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം നന്നായില്ലേ ഫ്ലവേഴ്സ്? അടിപൊളിയായില്ലേ? ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഇതുണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് മുന്നേ ഞാൻ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇത് മുളയുടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു 2 മാസം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അടുത്ത ഫ്ലവർ വാസ്. അതിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് 2 മാസം മുമ്പ് ഉണ്ടാക്കിയ ഫ്ലവർ വാസ്. ഞാൻ അതിൽ ഈ പേപ്പറിൻ്റെ കടലാസ് കൊണ്ടുള്ള പൂക്കളും ചൂലിൻ്റെ ഇതും പെയിൻ്റ് അടിച്ചിട്ടൊക്കെയാണ് ഇലയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ട, അത് വേറൊരു പച്ചയാണ്. ഇത് ഡാർക്ക് പച്ച, അതൊരു സ്വല്പം ലൈറ്റ് പച്ച കളറാണ് കിട്ടിയത്. അതടിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീടുകളിലും ഇവിടെയൊന്നും പ്ലാസ്റ്റിക് പതിവ് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പേപ്പറിൻ്റെ പൂക്കളാണ് അതിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇല പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നു, അത് പേപ്പറിൻ്റെ പൂക്കളാണ്. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? ഇപ്പോൾ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അടിക്കും വേണം.